Hi friends, welcome to my YouTube channel. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനാറിൻ്റെ എക്സോസ്റ്റ് ബെൻഡ് വൈപ്പ് എല്ലാം ഊരിയെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ആദ്യത്തെ ടൂള് ആലൻ കീ ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് ആദ്യം ബെൻഡ് വൈപ്പ് ഊരിയിട്ട് പുറകിൽ എക്സോസ്റ്റ് സിസ്റ്റം ഊരിയെടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് എക്സോസ്റ്റ് സിസ്റ്റം ഊരിയിട്ട് പിന്നെ ബെൻഡ് വൈപ്പ് ഊരാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ആദ്യം ഹെഡിൻ്റെ അവിടെ നിന്ന് ബെൻഡ് വൈപ്പ് ഊരിയെടുക്കുന്നതാണ്. അപ്പോൾ ബെൻഡ് വൈപ്പ് ഊരിയെടുക്കാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 4mm അലൻ കീ ടൂളാണ്. അത് ബേസിക്കലി നമ്മുടെ ഈ എൻജിൻ ഗാർഡ് ഊരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻജിൻ ഗാർഡ് ഊരി എക്സോസ്റ്റിൻ്റെ ബെൻഡ് വൈപ്പിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചേക്കുന്ന സെയിം പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ ബെൻഡ് വൈപ്പിൻ്റെ താഴെയാണ് നമ്മുടെ എൻജിൻ ഗാർഡ് വരുന്നത്. എൻജിൻ ഗാർഡ് ഫിക്സ് ചെയ്തേക്കുന്നത് ഈ അലൻ കീ സ്ക്രൂസിലാണ്. 4 അലൻ കീ സ്ക്രൂസിലാണ് ഈ എൻജിൻ ഗാർഡ് നിൽക്കുന്നത്. അപ്പോൾ അത് ഓരോന്ന് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ഗാർഡ്. ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. സ്ക്രൂസും വേണ്ട ഈ തുരുമ്പ് ഇതിൻ്റെ ഒരു കൂടപ്പുറപ്പായി മാറിയേക്കുന്നത്. എന്തൊക്കെ പണി ചെയ്തിട്ടും അതങ്ങോട്ട് നമ്മളെ വിട്ട് പോകണില്ല. എന്തായാലും ഒരു ശ്രമവും കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ സസ്പെൻസ് കൊടുക്കുന്നില്ല. നമുക്കപ്പോൾ ഇനി ബെൻഡ് വൈപ്പ് ഊരാം. ബെൻഡ് വൈപ്പ് ഊരാനായിട്ട് ആദ്യം നമ്മുടെ ഈ എൻജിൻ ഗാർഡ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ക്ലാമ്പ് ഊരിയെടുക്കണം. അപ്പോൾ ക്ലാമ്പ് ഊരാനായിട്ട് നമുക്ക് ക്ലാമ്പ് ഊരിയെടുക്കാനായിട്ടുള്ള ഇത് വേണം. ടൂൾ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. നൈസ് ടൂൾ ബോക്സ് ആണ് കേട്ടോ. അത്യാവശ്യം വണ്ടിയുടെ സൈലൻസർ ഊരാനുള്ള ഐറ്റംസൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ക്ലാമ്പ് ഊരിയെടുക്കാം. എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്ത് വെച്ച ക്ലാമ്പ്. കാരണം ക്ലാമ്പ് ഊരിക്കഴിഞ്ഞാലേ നമുക്ക് ബെൻഡ് വൈപ്പ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 8mm ബോക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഊരാനായിട്ട്. 8mm സ്പാനർ ഉണ്ടെങ്കിലും നമുക്കിത് ഊരിയെടുക്കാം. റിംഗ് സ്പാനറൊക്കെ ഉണ്ടെങ്കിലും ഊരിയെടുക്കാം. എന്തായാലും ഞാനിപ്പോൾ ഈ ബോക്സ് കൊണ്ടാണ് മാക്സിമം എൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു 46 പീസിൻ്റെ ടൂൾ ബോക്സാണത്. ഈ സൈഡിൽ കൂടി പുക പോകണ കണ്ട് നിങ്ങൾക്ക് പേടിക്കണ്ട കേട്ടോ. അത് കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി ചന്ദനത്തിരി കത്തിച്ച് വെച്ചേക്കണേ. കത്തി പിടിക്കണമെന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, നൈസ് കൊതുകാണേ. വൈകിട്ടാണ് എനിക്ക് കുറച്ച് സമയം കിട്ടി ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ഇതുണ്ട്. അതാണ് ക്ലാമ്പ്. ആ ക്ലാമ്പ് നിൽക്കുന്നത് ഈ സ്ക്രൂസിലാണ്. നൈസായിട്ട് നമുക്ക് സ്ക്രൂസ് ഊരിയെടുക്കാം.
ഒരു സ്ക്രൂ ഊരി രണ്ടാമത്തെ സ്ക്രൂ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഊരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതിൻ്റെ ലക്ഷണം, അതിൻ്റെ ലെങ്ത്തും ഇതൊക്കെ. ഈ സൈഡിലെ 2 സ്ക്രൂസ് ഊരി കണ്ട, ഒരെണ്ണം നീട്ടം കൂടിയതും ഒരെണ്ണം നീട്ടം കുറഞ്ഞതുമാണ്. ഇനി അപ്പുറത്തെ സൈഡ് കണ്ട, ഈ സൈഡ് ഇപ്പോൾ ലൂസായി ക്ലാമ്പ്. ഇനി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഒരു സ്ക്രൂവും കൂടി ഊരിക്കഴിഞ്ഞാൽ ആ ക്ലാമ്പ് നമ്മുടെ കയ്യിൽ. ആ ക്ലാമ്പ് ഊരിയിട്ട് വേണം നമുക്ക് ബെൻഡ് വൈപ്പ് ഊരാൻ, അല്ലാതെ ബെൻഡ് വൈപ്പ് പോരില്ല. അല്ലാതെ റേഡിയേറ്ററൊന്നും അഴിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും റേഡിയേറ്റർ ഊരണമെന്ന് പേടിച്ചിട്ടാണ് ഈ ബെൻഡ് വൈപ്പിൽ തൊടാത്തത്. റേഡിയേറ്ററിൽ തൊടാതെ തന്നെ നമുക്ക് കറക്റ്റ് ടൂള് വേണമെന്ന് മാത്രം. കാരണം അത് ക്ലാമ്പ് നൈസായിട്ട് താഴത്തേക്ക് വരും, എൻ്റെ കയ്യിലേക്ക് വരും ചുരുക്കം പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന ഓസ് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, അത് ബാറ്ററി വാട്ടറൊക്കെ പോകുന്നതിൻ്റെ ഓസാണ് അത്. ഓക്കെ വേണ്ട, ഇതാണ് നമ്മുടെ ക്ലാമ്പ്. ബാറ്ററി വാട്ടർ തന്നെ വേണം. എന്താ കൂടുതൽ ടെൻഷനാണ്. അപ്പോൾ നൈസായിട്ട് ആ സ്ക്രൂസൊക്കെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അവസാനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നല്ല വിളിക്കരുത്. എന്തൊക്കെ ഊരിയെടുക്കണം അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്ക് താഴെ നിന്നൊരു വ്യൂ നോക്കാം. ബെൻഡ് വൈപ്പിൻ്റെ ഒരു വ്യൂ, അതായത് ബെൻഡ് വൈപ്പ് ഹെഡിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കണതെന്ന് അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. എന്തായാലും എൻ്റെ മറ്റേ കഴിഞ്ഞ പടക്കം പട്ടീനെ പേടിപ്പിച്ച വീഡിയോയിൽ കറക്റ്റ് വ്യൂ ഉണ്ട് ഇതിൻ്റെ ഹെഡ്. അപ്പോൾ ഇത് കണ്ട, ഇതാണ് ബെൻഡ് വൈപ്പിൻ്റെ ഭാഗം ഹെഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഊരേണ്ടത് ആ കാണുന്ന 2 നട്ടാണിനി. കേട്ടോ, ലെഫ്റ്റിലും റൈറ്റിലും ഓരോരോ നട്ടുണ്ട്. അത് ഊരി എടുത്തു കഴിഞ്ഞാൽ ബെൻഡ് വൈപ്പ് ഹെഡിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, ഈ സൈഡിൽ നിന്നും കൂടി ഒരു വ്യൂ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ 2 നട്ട്, ഒരു നട്ടേ അപ്പുറത്ത് നോക്കുമ്പോൾ കാണുള്ളൂ, ഒരു നട്ട് ഇപ്പുറത്ത് നോക്കുമ്പോൾ കാണാണ്ട. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. അത് നട്ട് അല്ല പോകണണ്ട ചന്ദനത്തിലൂടെ അതില്ലാതെ രക്ഷയില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. കൊതുക് ചിലപ്പോൾ പറത്തിക്കൊണ്ട് പോകും. ഇതാണ് ഈ ടൂൾ ബോക്സിലെ നമ്മുടെ ബെൻഡ് വൈപ്പ് ഊരാനുള്ള മെയിൻ ടൂള്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നോർമൽ സ്പാനർ, ബോക്സ് സ്പാനറൊക്കെ ഇട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾക്ക് മറ്റേ ബോക്സ് സ്പാനറിൽ അറ്റാച്ച് ചെയ്യാൻ ഒരു എക്സ്റ്റൻഷനും കൂടി വേണം. എന്നാലേ കറക്റ്റ് ബെൻഡ് വൈപ്പിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം സംഭവിച്ചിട്ട് ഉള്ളിലാണല്ലോ. ബെൻഡ് വൈപ്പിൻ്റെ സൈഡിലുള്ള 2 നട്ടാണ് നമുക്ക് ഊരാനുള്ളത്, ബെൻഡ് വൈപ്പ് ഹെഡിലേക്ക് പോയേക്കണ ഭാഗത്ത്. അപ്പോൾ അതിന് നമുക്ക് എടുക്കേണ്ട ബോക്സ് സ്പാനറിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ 12 mm ആണ്. 12 mm ആണ് വേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എൻ്റെ ഓഡിയോ ശ്രദ്ധിക്കും. ഇത് ഊരിയെടുക്കാനായിട്ട് പിന്നെ നൈസായിട്ട് നമുക്ക് താഴെ ഇരിക്കാനും കിടക്കാനൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് താഴെ ഇട്ടിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് ബോക്സ് സ്പാനറിൻ്റെ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഊരിയെടുക്കുക. ലോക്കൽ സാധാരണ സ്പാനറൊന്നും വെച്ച് ഊരിയെടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല. സംഭവം ഉള്ളിലായതുകൊണ്ട് അത് അവിടെ ഇവിടെയും ആ നട്ട് ലൂസ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയും വിട്ട് ലോക്കായി പോകും.
സാധാരണ സ്പാനറുകൾ. അതുകൊണ്ടാണ് ബോക്സ് സ്പാനർ പ്രിഫർ ചെയ്യുന്നത് ഇതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഒരു നട്ട് ഊരി കിട്ടിയിരിക്കുകയാണ്. യുറേക്ക. നൈസായിട്ട് അപ്പുറത്തെ നട്ടും കൂടി ഊരിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി ഊരിയെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കൈ എത്തിച്ച് നമുക്ക് ഊരിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ നട്ടും പോരും എൻ്റെ കയ്യിലേക്ക്. രണ്ടാമത്തെ നട്ടും പോകും. നിങ്ങൾ മാക്സിമം നമ്മുടെ O2 സെൻസർ ഊരിയിട്ട് ഇത് ഊരുന്നതും ഒരു നല്ല ഓപ്ഷനായിരിക്കും. ഞാൻ O2 സെൻസർ അവസാനമാണ് ഊരിയത്. അതൊരു നല്ലൊരു ഡിസിഷനായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം O2 സെൻസർ ഊരുക. O2 സെൻസർ എങ്ങനെ ഊരണമെന്നുള്ളത് ഞാൻ ഊരുമ്പോൾ ഒന്ന് കണ്ടുവച്ചാൽ കേട്ടോ. ആ ബെൻഡ് പൈപ്പിൽ വന്നേക്കണ O2 സെൻസറിൽ അത് ആദ്യം ഊരിയെടുക്കുക. 22 സൈസ് സ്പാനറാണ് വേണ്ടത്. ഇപ്പോൾ 2 നട്ടും ഊരി പോന്നിരിക്കുകയാണ് ബെൻഡ് പൈപ്പിൽ നിന്ന്. ഇനി ബെൻഡ് പൈപ്പ് പിടിപ്പിച്ച് വെക്കുന്ന ആ ഒരു പീസ് ഞാൻ നൈസായിട്ട് താഴത്തേക്ക് ഇറക്കി കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് ബെൻഡ് പൈപ്പ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എന്ത് പറയുന്നേ ബെൻഡ് പൈപ്പ് ഇരിക്കുന്നുണ്ടോ? ഹെഡിനകത്തേക്ക് തള്ളി വെച്ചേക്ക് അത് വന്നിരിക്കുന്നത് O2 സെൻസറിൻ്റെ. ഇനി അടുത്തത് നമുക്ക് സൈലൻസർ ബെൻഡ് പൈപ്പ് ഹെഡിൽ നിന്ന് ഊരി ഇനി അതിൻ്റെ അടുത്ത കണക്ഷൻ വന്നിട്ട് നമ്മുടെ ഈ ബ്രേക്ക് ലിവറിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കണക്ഷൻ വരുന്നത്. ആ ഒരു ബോൾട്ടിൻ്റെ സൈസ് 13 mm ആണ്. ഇത് ഇവിടെ നിന്ന് തിരിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് തിരിഞ്ഞ് കളിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലും ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു സ്പാനർ കരുതേണ്ടതാണ്. അപ്പോൾ ബോൾട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള നട്ടിൻ്റെ അളവ് 12 mm ആണ്. അപ്പോൾ 12 mm ഒരു റിംഗ് സ്പാനർ ഉണ്ടെങ്കിലും നമുക്ക് കാര്യം നടക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ബോക്സിനകത്ത് തന്നെ 12 mm ഞാൻ ബോക്സ് സ്പാനർ വെച്ച് 12 mm അകത്തുനിന്ന് ഹോൾഡ് ചെയ്യാൻ പോണതാണ്. 12 mm നട്ട് ഹോൾഡ് ചെയ്യാൻ പോണതാണ്. എന്നിട്ട് ഇപ്പുറത്ത് 13 mm മറ്റേ ബോക്സ് ഇട്ടിട്ട് വേറെ ഒരു ടൂൾ കൂടിയുണ്ട് ഈ ടൂൾ ബോക്സിൽ. അത് വെച്ചിട്ടാണ് ഞാൻ തിരിക്കാൻ പോകുന്നത്, ലൂസ് ചെയ്യാൻ പോകുന്നത്. നൈസായിട്ട് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്നിരിക്കും, പീസ്ഫുള്ളായിട്ട് ഊരിയെടുക്കുക നല്ലത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. അതായത് നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ നേരെ ലിവറിൻ്റെ നേരെ താഴേട്ട് വരും ആ നട്ടും ബോൾട്ട്. അവിടെയാണ് നമ്മുടെ ഇത് ഹോൾഡ് ചെയ്തേക്കണത്, ബെൻഡ് പൈപ്പ് ഹോൾഡ് ചെയ്തേക്കണത്. പഴയ ഡോമിനാറിലും ഇതേപോലെ തന്നെയാണ്, ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഒരു സ്റ്റേ ഉള്ളത്. അപ്പോൾ അപ്പുറത്തെ 12 mm ബോക്സ് സ്പാനർ ഇട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് 13 mm ബോക്സിനകത്ത് തന്നെയുള്ള ബോക്സ് സ്പാനറിൻ്റെ ഇട്ടിട്ട് വേറൊരു
ബോക്സിനകത്തുള്ള വേറൊരു ടൂളുണ്ട് തിരിക്കുന്നത്, തിരിച്ച് നൈസായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പൊസിഷനെ നിങ്ങൾ ഉഷാറാവുന്നില്ല, അത് തെറ്റിപ്പോകുന്നുള്ളത്. നല്ല കൊതുകടി, ചന്ദനത്തിരിയൊന്നും വെച്ചിട്ട് ഒരു രക്ഷയില്ല. കൊതുക് ഇന്ത്യയാണ് അന്യായ കടിയാവുന്നുണ്ട്. രണ്ട് റിംഗ് സ്പാനർ ഉണ്ടെങ്കിലും കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഒരു 13mm റിംഗ് സ്പാനറും ഒരു 12mm റിംഗ് സ്പാനർ ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് പരിപാടി നടത്തും. ഇതാണ് ഞാൻ പറഞ്ഞ നട്ടും ബോൾട്ടും. ഒരു സൈഡിൽ 13mm, മറ്റേ സൈഡിൽ 12mm. ഈ ഒരു നട്ടും ബോൾട്ടിലാണ് നമ്മുടെ സൈലൻസറിൻ്റെ ബെൻഡ് വൈപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ നടുക്കായിട്ട് കണ്ട, ഇത് ഹെഡിൻ്റെ അവിടെ നിന്ന് ഇത് നമ്മുടെ ബ്രേക്ക് ലിവറിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തു. ഇനി ഊരേണ്ടത് നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഭാഗമാണ്. ആ നട്ട് ഊരി കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് ലൂസാവും ബെൻഡ്. പിന്നെ നമ്മുടെ പുറയത്തെ ഫുട്രസ്റ്റിൻ്റെ അവിടെ ഒരു ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ നൈസായിട്ട് വെച്ചിട്ട് നമ്മുടെ ബെൻഡ് വൈപ്പും സൈലൻസറെല്ലാം പോരും. അപ്പോൾ ഈ എക്സോസ്റ്റിൻ്റെ ഈ ഭാഗം ഊരണ ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഈ ഭാഗം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുട്രസ്റ്റിൻ്റെ ബാക്കിലെ ഫുട്രസ്റ്റിൻ്റെ അവിടെയുള്ള ബോൾട്ട് ഊരുന്ന ഒരു വീഡിയോ ഞാൻ ക്ലിയറായിട്ട് ചെയ്തിട്ടില്ല ഇതിൽ, കാരണം വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. എക്സോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം ഊരിയെടുക്കുന്നത് എൻ്റെ ഈ ഭാഗത്തു നിന്ന്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഭാഗത്തെ സംഭവം ഇതാണ് ഫുട്രസ്റ്റിൻ്റെ അവിടെയുള്ള ബോൾട്ട്. അപ്പോൾ ആ ബോൾട്ടിൻ്റെ മെഷർമെൻറ്റ് 14mm ആണ്. 14mm ആണ് നമ്മുടെ ഫുട്രസ്റ്റിൻ്റെ അവിടെ വന്ന ബോൾട്ടിൻ്റെ സൈസ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം നട്ട് വരുന്നത് 17mm ആണ്. അപ്പോൾ നമ്മൾ ഈ 14mm ഇട്ട് ഇവിടുന്ന് തിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് 17mm നട്ട് തിരിഞ്ഞ് കളയും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റിംഗ് സ്പാനർ എടുത്തിട്ട് ഈ ബോൾട്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ 17mm അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് 14mm ഇട്ട് തിരിച്ച് ഊരിയെടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റേ വീഡിയോ നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഇടാം. ഇപ്പോൾ നമ്മളിനി O2 സെൻസർ ഊരിയെടുക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ആദ്യം ചെയ്യേണ്ട പണി ഇപ്പോൾ അവസാനം ചെയ്യാൻ പോവുകയാണ്. O2 സെൻസർ ഊരിയെടുത്തില്ലെങ്കിൽ സൈലൻസർ പോരൂല. അപ്പോൾ O2 സെൻസർ ഊരിയെടുക്കാൻ വേണ്ടി ആദ്യം O2 സെൻസർ ഇവിടെയാണ് O2 സെൻസറിൻ്റെ പ്ലഗിൻസ് വരുന്നത്. അപ്പോൾ അത് ഒരു കേബിൾ ടൈ വെച്ചാണ് ഒരു കമ്പനിക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ കേബിൾ ടൈ ഞാൻ പൊട്ടിച്ചു, എന്നിട്ട് അത് ഒളിപ്പിച്ച് വെച്ചേക്കണേ ശരിക്കും പറഞ്ഞു. ആ ക്ലിപ്പ്, ആ ഒരു എന്താ പറയണ ലോക്ക് കണ്ടോ, ഈ റബ്ബറിൻ്റെ അകത്തായിട്ടാണ് O2 സെൻസറിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഈ റബ്ബർ നൈസായിട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ക്ലിപ്പ്. ഇടാ ഒരു വെറൈറ്റി ക്ലിപ്പാണ്, വെറൈറ്റി പ്ലഗിൻസാണ്. അത് ആ കാണുന്ന റെഡ് കളർ അല്ല ഓറഞ്ച് കളറ് അത് നൈസായിട്ട് എന്താ പറയുക പുള്ളി ചെയ്യണം പുറയിലേക്ക്. അപ്പോഴാണ് ഈ O2 സെൻസറിൻ്റെ പ്ലഗ് അല്ലെങ്കിൽ ആ കണക്ഷൻ ഊരിയെടുക്കാൻ പറ്റുന്നത്. അത് നൈസായിട്ട് അത്യാവശ്യം ബലമുണ്ട് കേട്ടോ. ഇനി ഇത്തിരി പുറയിലേക്ക് വലിക്കുമ്പോഴാണ് നമ്മുടെ ഈ കണക്ഷൻ ഊരി വരുന്നത്. കണ്ടാ ഊരി വന്നാണ്ട, ഇത് തന്നെ പരിപാടി.
കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് O2 സെൻസറിൻ്റെ കണക്ഷൻ നമ്മുടെ എൻജിനിലേക്കുള്ള ബെൻഡ് വൈപ്പിൽ നിന്ന്. ഇതാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ ഫുഡ് റെസ്റ്റ് എന്ന് നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് ഈ സാധനം കൊടുത്തിട്ട് വെച്ചത്. ഇത് കേബിൾ ടൈ വെച്ച് ചുറ്റി വെച്ചേക്കണായിരിക്കും ആ റബ്ബർ ബുഷിൻ്റെ മറവിൽ. റബ്ബർ ബുഷ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ക്ലീനായിട്ട് സാധനം കാണാം, ഊരിയെടുക്കുകയും ചെയ്യാം. ആ സ്പാർക്ക് പ്ലഗ് അതിനൊരു വട്ടം പോലെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് ഊരി മാറ്റിയത്. സ്പാർക്ക് പ്ലഗ് തിരിച്ച് സെറ്റ് ചെയ്ത് ഇപ്പോൾ O2 സെൻസറിൻ്റെ കണക്ഷൻ ഊരി. ഇനിയിപ്പോൾ നമുക്ക് എക്സോസ്റ്റ് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ എക്സോസ്റ്റ് വരില്ല. O2 സെൻസറിൻ്റെ വയർ അവിടെ ഇരിക്കണമല്ലേ, ആ വയറിൻ്റെ കണക്ഷൻ പിടിച്ചാലേ നമുക്ക് എക്സോസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ മോനെ ദേവന് സാധനം യുറേക്ക. ആ കളറ് കണ്ടാ ബെറ്റ തള്ള സഹിക്കൂല. 2 വർഷമായിട്ടുള്ളൂ. എന്തൊക്കെ പണിയും വിട്ട് എന്നിട്ടും ഒരു രക്ഷയില്ല. 18ാമത്തെ തടവ് പയറ്റാൻ പോണെയാണ്. നോക്കാം. എന്തായാലും അതൊരു സസ്പെൻസാണ്, അതുകൊണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഊരിയത് ബെൻഡ് വൈപ്പും ഫുൾ എക്സോസിസ്റ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലൈൻസൊക്കെ പോകുന്നത് O2 സെൻസറിൻ്റെ. ഇനിയിപ്പോൾ O2 സെൻസർ ഇതിൽ നിന്ന് ഊരിയെടുക്കണം. ഞാൻ വളരെ വൈകിപ്പോയി. O2 സെൻസർ ബെൻഡ് വൈപ്പിൽ നിന്ന് ഊരിയാലേ എൻ്റെ പരിപാടി നടക്കുകയുള്ളൂ, ആക്ച്വൽ പരിപാടി. അപ്പോൾ O2 സെൻസർ എങ്ങനെയെങ്കിലൊക്കെ ഊരിയെടുക്കണം. നൈസ് ടൈറ്റാണ് കേട്ടോ, അതൊന്നും പറയാനില്ല. 22 mm സ്പാനർ വേണം അത് ഊരിയെടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മകുടി എക്സോസ്റ്റ്. ഞാൻ അതിൻ്റെ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അത് ചവിട്ടി പിടിച്ചിട്ട് ഊരിയെടുക്കാം. ഇവിടെയൊക്കെ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്, ടച്ച് ചെയ്ത് കൊടുക്കണം. നൈസ് ബ്ലാക്ക് ബോർഡ് എടുത്ത് ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് നൈസായിട്ട് ചവിട്ടി പിടിച്ചിട്ട് എക്സോസ്റ്റ് ഇങ്ങോട്ട് ഊരിയെടുക്കാം. ക്ലാമ്പ് ഓൾറെഡി ലൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എക്സോസ്റ്റിൻ്റെ ഈ ഭാഗം ഊരി എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്യാസ്കറ്റ് കരുതി വെക്കുക. ഇതാണ് ഗ്യാസ്കറ്റിൻ്റെ എക്സോസ്റ്റിൻ്റെ ഗ്യാസ്കറ്റ്. 100 രൂപ താഴെ വരുള്ളൂ, 90 ചില്ലാനം രൂപയൊക്കെ വരുള്ളൂ. അതൊരെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെക്കുക എക്സോസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ, കാരണം അത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ചീത്തയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ച് വെച്ചത്. ഞാൻ ഓൾറെഡി ഒരെണ്ണം മേടിച്ചായിരുന്നു, എൻ്റെ പക്ഷെ പോയില്ല. ആദ്യം ഞാൻ എക്സോസ്റ്റ് ഊരിയപ്പോൾ എൻ്റെ പോയായിരുന്നു ഗ്യാസ്കറ്റ് ചെയ്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് വെച്ചാലും വണ്ടി നൈസായിട്ട് കൈ കൊടുക്കുമ്പോൾ തള്ളിപ്പോരും. ഇതാണ് ബെൻഡ് വൈപ്പ്. നൈസ് വെയിറ്റാണ് ഈ എക്സോസ്റ്റിന്. ബെൻഡ് വൈപ്പിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷെ എക്സോസ്റ്റിൻ്റെ അത്രയും വെയിറ്റ് ഇല്ല ബെൻഡ് വൈപ്പിന്. ഉഷാറാക്കി എടുക്കണം. പിന്നെ ഇതുണ്ട് എക്സോസ്റ്റ് ഇല്ലാത്ത ലുക്ക് നോക്കി വണ്ടിയുടെ സൈഡിൽ നൈസല്ലേ. പിന്നെ ഈ പറഞ്ഞ ഗ്യാസ്കറ്റ് ചെയ്യേണ്ട വീഡിയോ ഞാൻ ആ ലിങ്കിൽ ഇട്ടേക്കാം. ഞാൻ അതിന് വേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം.
ഹെഡിൻ്റെ ഭാഗം നോക്കിയാൽ നമ്മുടെ ബെൻഡ് വൈപ്പ് വരുന്നത് വെച്ചാൽ ലൊക്കേഷനാണ് കരിപുരണ്ട ജീവിതം. ഹെഡിൻ്റെ അവിടെയുള്ള ഹോള് ഉണ്ട്, നമ്മുടെ ബെൻഡ് വൈപ്പ് കയറിയിരിക്കണ ചുമട്ടാണല്ലേ ഹോള്. ഇതേപോലെ ഒരു തുണിയുടെ കഷ്ണം എടുത്തിട്ട് ആ ഹോളിലേക്കൊന്ന് പുഷ് ചെയ്ത് വെച്ചേക്കണോട്ടോ. കാരണം നമ്മൾ 2 ദിവസം കഴിഞ്ഞ്, 2 ദിവസമല്ല, എക്സോസ്റ്റ് ഊരിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതങ്ങനെ തുറന്നിരിക്കണം നല്ലതല്ല ആക്ച്വലി ആ ഹോള്. കാരണം എൻജിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസാണത്, പണി പാടും. ഓക്കെ, ഇനി നമുക്ക് ഇതുണ്ട് 22 mm സ്പാനർ കൊണ്ടിട്ട് നൈസായിട്ട് നമ്മുടെ O2 സെൻസർ ഇങ്ങോട്ട് ഊരിയെടുക്കണതിന് കൈ കൊണ്ട് പിടിച്ചിട്ട് അനങ്ങണില്ല കേട്ടോ ബോസേ. നൈസായിട്ട് കാലുകൊണ്ടൊരു പണി കൊടുക്കാൻ പോണേ, ഒന്നും വിചാരിക്കരുത്. ഇച്ചിരി കാടൻ പരിപാടിയാണ് ഇതൊക്കെ. ഓ പാളിപ്പോയി, അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യണം. കറക്റ്റായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടെ ഒരു നൈസ് ഒരു പരിപാടി. ആരേ വാ, ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ തുറന്നു വന്നു ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഇതിനകത്ത് സാധനം എങ്ങനെ ഇരിക്കുമെന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ തന്നെ അത് കണ്ടുപിടിച്ചു. O2 സെൻസർ ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ഗ്യാസിൻ്റെ അടപ്പ് പോലെയുണ്ട്. എന്തായാലും കൊള്ളാം, ഭയങ്കര സംഭവം. O2 സെൻസർ എന്നൊക്കെ പേര് അരി പിടിച്ചിരിക്കുന്ന ഗ്യാസ് അടപ്പിൻ്റെ ബർണർ പോലെയല്ലേ, കൊള്ളാം എന്തായാലും. ഇനി ബെൻഡ് വൈപ്പിനൊന്ന് മനുഷ്യക്കോലമാക്കി എടുക്കണം. വെറൈറ്റിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഇതാണ് O2 സെൻസറിൻ്റെ ഹോള്. വലിയ സീനൊന്നുമില്ല, ഇവിടെ കുറച്ച് ഒരു പിരിയും കൊടുത്തിട്ടുണ്ട്, ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഊതി നോക്കിയപ്പോൾ അതിൽ കൂടിയും കാറ്റ് വരുന്നുണ്ട്. വലിയ സീനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹോൾ കൊടുത്തിട്ട് ഈ സാധനം അതിനകത്തേക്ക് പിരി കൊടുത്ത് വെച്ചേക്കണം.